Something about you has got me feeling alive. There must be magic inside your bones. When I get lost here, I'm not alone. You feel like home. This love gets us by when the table is empty. You bring out the wine. There must be magic inside your bones. When I get lost here, I'm not alone. You feel like home. You feel like home. You feel like home. You feel like home. When the lights go out, when the walls come down, when the world gets cold, you are my home. When the lights go out, when the walls come down, when the world gets cold, you are my home. You feel like home. ആത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞങ്ങളുടെ ഈ വലിയ സന്തോഷത്തിൻ്റെ ദിവസത്തെ ഞങ്ങൾ അങ്ങ് സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നിട്ടുള്ള എല്ലാ നന്മകളെയും ഞങ്ങൾ നിന്നോട് ഓർക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ വലിയ സന്തോഷത്തിൻ്റെ ഇന്ന് വാഹനാകാൻ പോകുന്ന ചൂടിനെയും നമുക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ അവരുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ കഴിവുകളും ദാനങ്ങളും ധാരാളം നൽകിക്കൊണ്ട് അവരങ്ങ് അനുഗ്രഹിക്കണമേ. ഇബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ചതുപോലെ പൂർവ്വപിതാക്കന്മാരെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതുപോലെ തിരുകുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന
ശിശുവിനെയും മീനുവിനെയും നമ്മൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ ഇവരുടെ കുടുംബ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകളും ദാനങ്ങളും ധാരാളമായി നൽകിക്കൊണ്ട് ഇവരുടെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കുകയും ഇവരെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. മുതൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും മത്സരത്തിലെ തിരുവിടം പോലെ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല കുടുംബ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമായ മാതാവ് അമ്മയുടെ മാധ്യസ്ഥ സഹായവും ഇവരാരംഭിക്കൽ കുടുംബ ജീവിതത്തോടും ഉണ്ടാകണമേ. ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണ വിശുദ്ധാവ് അമ്മയുടെ ഏകദിന സംരക്ഷണത്തിലും ഇവരെയൊക്കെ പരിപാലിക്കണമേ. നമുക്ക് തിരുവചനം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. മൂന്നാം ദിവസം ഗലീലിലെ കാനായിട്ട് വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. എൻ്റെ അമ്മ പഞ്ചാരികളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുമേ. ബുദ്ധൻ്റെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലും എന്നവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം വീക്ഷിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പെന്നും സദ്യകൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നത് പോകും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനാഴ്ചയുടെ അത്ഭുതം. നമ്മൾ കേട്ട സുവിശേഷത്തിൽ നാം കാണുന്നു, ജീവിതത്തിലെ വീഞ്ഞ് കുറയുമ്പോൾ ദൈവത്തിൻ്റെ കുടുംബജീവിതത്തിലെ പരസ്പര സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വീഞ്ഞുകൾ തീർന്നു പോകുമ്പോൾ, അതുപോലെ തന്നെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാകുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് ഈ കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ഈശോയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ പറയുന്നതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യും എന്ന് നമുക്ക് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെല്ലാം കടന്നു വരുമ്പോൾ അവയെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ തന്നെ ദൈവവചനമാകുന്ന ദൈവസ്നേഹമാകുന്ന ആ വീഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവിടെ വിരുന്നിൽ കലവറക്കാരൻ പറഞ്ഞതുപോലെ അവസാന നിമിഷം വരെ വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും അതുപോലെ കരുതലിൻ്റെയും ക്ഷമയുടെയും സന്തോഷത്തിൻ്റെയുമായ വീഞ്ഞ് നമ്മുടെ ജീവിതാന്ത്യം വരെ നിറച്ചുകൊണ്ട് കുടുംബ ജീവിതം ഏറ്റവും മധുരതരമാക്കുവാൻ നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. നല്ല അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞവരെന്ന് പ്രാർത്ഥന ചൊല്ലാം. നന്മ നിറഞ്ഞ സുസ്ഥി കർത്താവിന്റെ കൂടെ കൂടി കിച്ചുവിനെയും മീനുവിനെയും നമുക്ക് ദിവസങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ കുടുംബത്തിലെ ഓരോന്നുകളെയും ആളുകളെയും ഓരോരുത്തരെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ താഴ്ചയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
thunders on a roll. But if you could come a little closer, you could keep me warm, and we could leave our mittens in the drawers. It's a beautiful day to be with you. It's a beautiful day to be with you. Oh, when I see your face, it's true. The skies are bright and blue. It's a beautiful day to be with you. Outside it feels like rain. These old knees, they tell me thunder's on the way. But if you could come a little closer, that's all I would need. April showers become distant memories. It's a beautiful day to be with you. It's a beautiful day to be with you. Oh, when I see your face, it's true. The skies are bright and blue. It's a beautiful day to be with you. Why don't you come a little closer until those skies are clear? പ്രിയമുള്ളവരെ, നമ്മളെല്ലാം പ്രിയപ്പെട്ട ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെയും വിവാഹത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞാനിരിക്കുന്നത്. ഇന്ന് ഈ വിശുദ്ധ ഉദാസനായി നമ്മുടെ കൂടെയായിരിക്കുക പ്രിയപ്പെട്ട ജോമോസും അതുപോലെ തന്നെ ജിജേഷൻസും ലിജുവൽസുമാണ്. മൂന്നാം ബഹുമാനപ്പെട്ട വൈദികരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും മറ്റു മിത്രാദികൾക്കൊപ്പം തോന്നുന്ന എല്ലാവരെയും മണ്ഡപങ്ങളിലേക്ക് ചെയ്യുന്നു. ഈ ഇടവകയുടെ ഭാഗമായിട്ട് ഞാൻ പോകുന്ന ഇങ്ങനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മണ്ഡപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് പുതിയ കുടുംബം. ഞങ്ങളുടെ ഇപ്പോൾ ഈ പ്രവർത്തന വർഷത്തെ കൈകാര്യത്തിരിക്കുകയാണ്. എല്ലാവരോടും വളരെ സൗകര്യമായ സ്നേഹപൂർവ്വമായ വളരെ സന്നദ്ധരായിട്ട് പെരുമാറുന്ന വിജയിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്ന വളരെ ലളിതമായി നിലനിൽക്കുന്ന കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഫോട്ടോയെടുക്കുന്നതൊക്കെ നമുക്ക് ഈ ഔദ്യോഗികമായ ഒരു മാത്രം പരിപാടിയിലേക്ക് നിൽക്കുന്നതും സ്ഥലത്ത് നിന്നെടുത്ത് നമ്മൾ ഏറ്റവും അനുഷ്ഠാനമാണല്ലോ. അതിൻ്റെ പറ്റി നമ്മുടെ
Sukha
സർവേശ്വരനെ വാഴ്ത്തിടും
പരിശുദ്ധനും സുതനും ബലവാൻ ഭഗവതിനുമായ അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണാനിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമൊഴികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷവസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുന്ന മനുഷ്യരുടെ രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിന് പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാഥായി വിളിച്ചുകൊണ്ട് നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവേൻ. സ്ത്രീ ബലഹീനമാകുവാണെങ്കിലും ജീവിതാനുഭവമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവേൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തിരികെ പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ന്.
എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകരം കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വേതന വീഞ്ഞ് ആരും ആദ്യം വിളവെടുന്നു. അഗ്നികളെ പിടിച്ചു കഴിയുമ്പോൾ ഞാൻ കയറും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെക്കുമല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായ ചെയ്ത ഈ അനുഭവം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചുള്ളൂ. വിവാഹ കുടുംബജീവിതത്തിൻ്റെ മനോഹരതയിൽ പ്രവേശിക്കുന്ന ക്രിസ്ത്യൻ നിയമം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിവാഹ കൂതാശയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. അത് ഇപ്രകാരമാണ്: ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. അതുപോലെ ഭർത്താക്കന്മാരുടെ പറയും, ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. എപ്രകാരം സ്നേഹിക്കണമെന്നാണ് പറയുക? മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. നമുക്കറിയാം, കർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഈശോയുടെ സഭയോടുള്ള സ്നേഹം, സഭ എന്ന് പറഞ്ഞാൽ നാം എല്ലാവരുമാണ്. അപ്പോൾ നമ്മെ ക്രിസ്തു എപ്രകാരം സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് ഈ വിവാഹം എന്ന കൂതാശയിലൂടെ നിങ്ങൾ സ്വീകരിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കും, വിവാഹം എന്നത് പരസ്പര ദാനത്തിലൂടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാനും ആ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന സന്താനങ്ങളെ ദൈവഹിതമനുസരിച്ച് വളർത്തി പക്വതയിൽ എത്തിക്കുന്നതിനുമായി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന പവിത്രമായ ഒരു ഉടമ്പടിയാണ് വിവാഹം. അപ്പോൾ ഇത് ഒരു ഉടമ്പടിയാണ്, ദൈവം സ്ഥാപിച്ചിരിക്കുന്നതാണ് കുടുംബജീവിതം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങളാണ് അവിടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രൈസ്തവ വിവാഹം അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബജീവിതം നമ്മെ ഏറ്റവും അധികം ഉദ്ബോധിപ്പിക്കുന്ന കാര്യം പരസ്പര ദാനത്തിലൂടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുക എന്നുള്ളതാണ്. ഇന്നു മുതൽ ക്രിസ്ത്യന്റെ സ്വന്തമാണ് നീനു, നീനുവിന്റെ സ്വന്തമാണ് ക്രിസ്ത്യൻ. അപ്പോൾ നിങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ട ആളുകളാണ്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക, നിങ്ങൾക്കുള്ള എല്ലാം പരസ്പരം പങ്കുവയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലേക്ക് വളരാനായിട്ടാണ് ഇന്നു മുതൽ സഭ നിങ്ങളെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കുടുംബ ജീവിതത്തിൻ്റെ ദൗത്യം ഏൽപ്പിക്കുക. അപ്പോൾ ഈ സ്നേഹത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. സ്നേഹത്തിന്റെ പൂർണ്ണത പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നതാണ്
ഈ സ്നേഹത്തിന്റെ പൂർണ്ണത. ആ ഒരു പൂർണ്ണതയിലേക്ക് വളരുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിലൂടെ ഈ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്ത്യനെയും ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്രകാരം ഉണ്ടായിരിക്കുന്നുവോ എന്ന് വെച്ചാൽ അവരുടെ സ്നേഹം, ആ കൂട്ടായ്മ, അതിലേക്കാണ് നിങ്ങളെ സംരക്ഷിക്കുക. എനിക്കറിയാം, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിവാഹത്തിന്റെ ഒരുക്കമായ വിവാഹ ഒരുക്ക സഞ്ചാരികളോടുകൂടി കുടുംബജീവിതത്തെ കുറിച്ചും അതിന്റെ മാഹാത്മ്യത്തെ കുറിച്ചും മനോഹാരിതയെ കുറിച്ചും ഒക്കെ നിങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തന്ന നല്ല മാതൃക നിങ്ങൾക്കറിയാം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ കാര്യമില്ല. പ്രത്യേകിച്ച് എനിക്കറിയാം, ജെസ്സി ചേച്ചി വളരെ ചെറുപ്പം മുതൽ തന്നെ ഭർത്താവ് മരിച്ചു. നമ്മുടെ അപ്പച്ചൻ നേരത്തെ തന്നെ സന്നിധിയിലേക്ക് പോയി. അതിനുശേഷം ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കാം നിങ്ങളെ വളർത്തിയത്. ആ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ശരിക്കും അനുഭവിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി ആണ് ഇത്രയും കാലം നിങ്ങളെ വളർത്തിയത്. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് തന്നെയാണ്. അപ്പോൾ തന്നെയാണ് എൻ്റെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം മക്കളുടെ നന്മ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളിലേക്കാണ്. അവർ എപ്രകാരം നിങ്ങളെ വളർത്തിയോ, എത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ, എത്രമാത്രം സഹനങ്ങളിലൂടെ നിങ്ങളെ വളർത്തിയോ, ആ സഹനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാതൃകയായിരിക്കണം. അത് സ്വീകരിച്ചുകൊണ്ട് ആ പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ, ആ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, പങ്കുവയ്ക്കലിന്റെ ആ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള മറ്റൊരു ദൗത്യം, ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുക എന്നതുപോലെ തന്നെ നിങ്ങളെ സഭയിൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു ദൗത്യമാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന മക്കളെ ദൈവഹിതമനുസരിച്ച് വളർത്തി പക്വതയിൽ എത്തിക്കുക എന്നുള്ളത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിയതുപോലെ ദൈവം നിങ്ങൾക്ക് തരുന്ന സന്താനങ്ങളെ ദൈവഹിതമനുസരിച്ച് വളർത്തി പക്വതയിൽ എത്തിക്കുക. അപ്പോൾ ആ ഒരു വലിയ ദൗത്യമാണ് ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ ഒരു ചെറിയ ചിന്താശകലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും അയൽവാസികളും ഒക്കെയായിട്ടുള്ള ആളുകളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഒരു മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് ഈ ഇടവകയിൽ, മണ്ഡപം ഇടവകയ്ക്ക് നല്ല മാതൃക ആയ വധൂവരന്മാരായി, ദമ്പതികളായി, ഭാര്യാഭർത്താക്കന്മാരായി, നല്ല മാതാപിതാക്കളായി, പിന്നീട് വല്യപ്പച്ചനും വല്യപ്പച്ചിയുമൊക്കെ, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയി തീരാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ സമർത്ഥമായ അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ വന്നിരിക്കുന്ന ജിജേഷനും നമ്മുടെ കുടുംബാംഗമായ അച്ഛനും വികാരിച്ചനും ഞങ്ങളെല്ലാവരും ഇടവക സമൂഹം മുഴുവൻ ഒന്നാകെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ആത്മീയനായി സകലത്തെ ക്ഷണിക്കുന്ന വിശുദ്ധായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാകുവാൻ പരസ്പര വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യജീവിതം നയിക്കുവാൻ സഹായത്തെ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരം ജീവിക്കുവാൻ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയുടെ കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസന്റെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യവിലയുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഏറ്റുകരുതൽ പകരുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ നീക്കും ഈ കുദാസ യോഗ്യയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. അങ്ങയുടെ പാവനം സമൃദ്ധമായ രക്ഷണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിളിക്കപ്പെടുന്ന ഗ്രേസിയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. വിളിക്കപ്പെടുന്ന ഗ്രേസി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്ത്യൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വാർത്തകളുടെ സാക്ഷികളാണ്. തമ്മിലുള്ള ഉടമ്പടിയുടെ ഏറെയായി കർശനം വലുത് ധരിച്ചത്. ബ്രാഹ്മണന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കത്തോടും കൂടെ ഉടമ്പടികൾ നയിക്കുവാൻ കർത്താവായ ശിവശിവം നിങ്ങളെ വാഹനത്തിൽ എത്തിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരമായിരിക്കുന്ന ഈ കാര്യദയാവം ആശ്രയിക്കണമേ. ഐക്യമായ അഭേദ്യമായ സ്നേഹത്തിലും കൊലമായ വിശുദ്ധതയിലും ഇവരെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ നിർദ്ദേശമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാൻ ഇതിൽ മുഖ്യമായി ഇവരുടെ ശക്തി നൽകുകയും ഇതുവരെ വിശുദ്ധരുടെ അടമായിരിക്കുകയും ചെയ്യട്ടെ. ഈ ലളിതമായ സ്നേഹത്തിന്റെയും വിശുദ്ധതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോദനങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മക്കളോട് ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ
മണവാട്ടിയെ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിനാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്ഥിതിയും അവർ നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങളുടെ മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ ശുദ്ധമാർഗത്തിൽ നയിക്കുന്നതിന് അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ മാലാഖയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
മൂന്നാം ദിവസം
അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമായിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലനാഥനായ ദൈവത്തെ സ്തുതിയാലപിക്കുവാൻ എന്നെ ശക്തനാകട്ടെ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ദൈവപിതാവേ, അങ്ങയുടെ കാരുണ്യത്തെ അപേക്ഷിക്കുന്നു. നിങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സുഖത്തിനും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടാകട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടാകട്ടെ. മുന്നേ പോലെ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിപാലകമേ, അങ്ങയുടെ കാലം പദ്ധതി നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തമിഴിലെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും വിളിച്ചു ദൈവമേ, അഭേദ്യമായ പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ വിശുദ്ധയാമരത്തിൻ്റെയും തിരുക്കുടുംബത്തിൽ നായകനായ മാറിവശത്തിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധനെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിലെയും നാഥായനെയും സൃഷ്ടി സഖി നൽകുന്നു അവരെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെ സായും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചു കർത്താവേ, ഇവരെ ദൈവം കരയട്ടെ. സഹായമേ സ്നേഹിതരേ, നൽകണമേ നിൻ കൃപയായി. ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ മണവാളൻ സവിധി സ്തുതികൾ നേരെയാണെന്നും അർപ്പിച്ചിടുവാൻ തൻ കൃപയാൽ താൻ ഇവരെ കനിയണമേ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേ
Good afternoon, ladies and gentlemen. First of all, I introduce myself. I am Neha George. I am the MC for today. A very warm welcome to everyone on this wonderful day. As we are about to begin our function, kindly remain seated and make yourself comfortable. Marriage is the fusion of two hearts, a harmony of two souls, and the union of two families. It is an eternal commitment two people make to believe in and understand each other. Dear ones, we welcome you all to this beautiful ceremony. Let us all give our warmest welcome to Christian Town and Nenu Varghese, and a hearty congratulations to Christian Town and Nenu Varghese from all of us. As we start together this new journey in life, we pray to God that you may never have to take our hands apart. Please come to the stage. Now let's know more about them. Our groom, Christian Town, son of late Tommy Tutti and Jesse Town. He is currently working with the MSC Shipping Company in US. Our beautiful bride, Nenu Varghese, daughter of Varghese Povatingunne and Helsama Varghese, she is staff nurse of Aston. I feel the stage is without their families, isn't it? Yes. Let me invite the families of the bride to share the space of the stage. First, I invite his mother, Jessie Tom, ex-Panchayat President, former Director of Milma, Malabar Region, and now acting as Vice President of Eastern Service Cooperative Bank. Please come forward. I also invite the sibling of the groom, Justin Tom, and his spouse, Manju Justin, to the stage. Justin Tom is a farmer and Manju Justin is a homemaker. Her father, Mr. Varghese Povatingunne, is a garden designer and Helsama Varghese is a homemaker.
glass, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. When all the things go wrong, I'll take a shot for you. Give me your life, give me clouds, never let you go. Give me your life, give me clouds, never let you go. Give me your love. Give me your love. We get lost, we can get high. Because me gone, I feel alive. Anywhere, anyway, I will love you. We rule the world, just you and I. Just let me down, we walk the line. When all the things go wrong, I'll take a shot for you. Give me your life, give me clouds, never let you go. Give me your life, give me clouds, never let you go. Give me your love. Give me your love. Give me your love. Give me your love. Never let you You gotta go and get angry at all of my honesty. You know I try, but I don't do too well with apologies. I hope I don't run out of time, cause someone call a referee. Cause I just need one more shot, have forgiveness. I know you know that I made those mistakes maybe once or twice. And by once or twice I mean maybe a couple of 100 times. So let me redeem on myself tonight. Cause I just need one more shot, second chances. Yeah. Is it too late now to say sorry? Cause I'm missing more than just your body. Oh, is it too late now to say sorry? Yeah, I know that I let you down. Is it too late to say sorry now? Take every single piece of the blame if you want me to. But you know that there is no innocent one in this game for two. But I go, and then you go out and spill the truth. Can we both say the words and forget this? Yeah. Is it too late now to say sorry?
'cause I'm missing more than just your body. Oh, is it too late now to say sorry? Yeah, I know that I let you down. Is it too late to say sorry now? I'm not just trying to get you back on me, 'cause I'm missing more than just your body. Is it too late now to say sorry? Yeah, I know that I let you down. Is it too late to say sorry now? I'm sorry. 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 Yeah, I know that I let you down. Is it too late to say sorry now? I'm sorry. 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 Yeah, I know that I let you down. Is it too late to say sorry now? കാലം നമ്മിൽ തന്നൊരേ വരം, സുദീപ്തമീ സ്വയംവരം, സ്വപ്നം പോലെ നീ സമാഗമം, മനം മുഖം സുഹാസിതം, ഉയരുകളലിയുന്നുവോ മൂകിൽ കുടഞ്ഞ മാരിൽ ഇനി അനുരാഗമാ മധുരമറിഞ്ഞിടാൻ വിരലുകൾ കോർത്തിടാം, അരികിലിരുന്നിടാം സദാ. കണ്ണിൽ കണ്ണിൽ കലവലിന്റെ കടലു പോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കലവലിന്റെ കടലു പോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. തൊട്ടു തൊട്ടുന്നായി ചേർന്നിരിക്കാം, പാട്ടൊന്നു പാടിത്തരാം, നാളേറെയായി നമ്മൾ കാത്തിടുമീ മോഹങ്ങൾ പങ്കുവെക്കാം, അനുപമ സ്നേഹലോലമാ നറുചിരി തൂകി നിന്നു നാം, ഇനി വരും പകലും ഇരവും നിറയുമറിയൊരാ നിറങ്ങളാൽ കണ്ണിൽ കണ്ണിൽ കലവലിന്റെ കടലു പോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കലവലിന്റെ കടലു പോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. ഒരു പുഴയായൊഴുകുവാൻ ദിശകൾ തേടി നാം പുതുശലഭമതെന്ന പോൽ വനികൾ തേടി നാം പുലരിയിലെത്ര മാത്രകൾ ഇരുമനമൊന്നു ചേർന്നിടാൻ പലവൊരു തനിയെ ഉണരും പ്രണയ കാവ്യമായി ഇതാ ഇതാ. കണ്ണിൽ കണ്ണിൽ കലവലിന്റെ കടലു പോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി.
തരിയേറിയും വെണ്ണിന്മേലെ മോഹം മെല്ലെ തീരനുരയും കണ്ണിൽ തേനെ എന്നിൽ നിന്നും സിര നിറയെ തെന്നി തെന്നി പായുന്നില്ലേ നീനിയേ നിൻ ശ്വാസഗന്ധമേ മായാത്ത മന്ത്രമേ നദിയായി നിറഞ്ഞു വാ നീ എൻ്റെ കിനാവിലായി മധുപോലെ പെയ്ത മഴയെ മനസ്സാകെ അഴകായി നനയെ ഇണയായ ശലഭം പോലെ നീയും ഞാനും മായേ बहते रहते नहर नदिया से तेरे दुनिया में मेरे दुनिया तेरी चाहतों में मैं ढल जाती हूँ तेरी आदतों में अगर तुम साथ